മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ സ്വർഗത്തിൽ ഒരുമിക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവുകയില്ല. എല്ലാ മുഅ്മിനിന്റെയും ഹൃദയത്തിലുള്ള ആഗ്രഹമാണ് എൻ്റെ ഹബീബിനെ ഒരു വട്ടമെങ്കിലും എനിക്ക് കാണണം, ആ ഹബീബിനോട് കൂടെ ഒന്ന് ചാരയിരിക്കണം, ആ ഹബീബിന്റെ ചാരത്തൊന്നിരിക്കണം, ഹബീബിനോടുകൂടെ സ്വർഗത്തിലൊന്ന് വസിക്കണം എന്നാഗ്രഹിക്കാത്ത മുഅ്മിനായ ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. അങ്ങനെ ആഗ്രഹമില്ലാത്തവൻ മുനാഫിഖായിരിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തില് നബി തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് പുറമെ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാണ് എന്ന് പറയുകയും അകം കൊണ്ട് വിശ്വസിക്കാതിരിക്കുകയും ചെയ്ത മുനാഫിഖീങ്ങൾ മുത്തുനബിയുടെ കാലത്തുണ്ടായിരുന്നു. അതുപോലെയുള്ള വിശ്വാസമായിരിക്കരുത് നമ്മുടെ വിശ്വാസം. നമുക്ക് ഹബീബാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. ആ ഹബീബിന്റെ ചാരത്ത് ഒന്ന് ഹബീബിന്റെ കൂടെ നമുക്ക് ഇരിക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നമുക്ക് കാണാം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയെക്കാളും ഉമ്മയെക്കാളും നിങ്ങളുടെ സ്വന്തം ഇണയായിരിക്കുന്ന ഭാര്യയെക്കാളും നിങ്ങളുടെ കരളിന്റെ കഷ്ണമായിരിക്കുന്ന നിങ്ങളുടെ മക്കളെക്കാളും എന്നെ പ്രിയം വെക്കുന്നത് വരെ ഒരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ല എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ച ഹദീസ് കാണാം. അപ്പോൾ നമുക്ക് എല്ലാത്തിനും മുകളിൽ ഹബീബാണ്. ആ ഹബീബിനോടുള്ള പ്രണയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ആ ഹബീബിനെ നാം പ്രണയം വെച്ചു എന്നുള്ളതിന്റെ അടയാളം എന്താണ്? മുത്തുനബിയുടെ സുന്നത്തുകൾ, മുത്തുനബി ജീവിതത്തിൽ പകർത്തിയ ചര്യകൾ നമ്മിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മുത്തുനബിയെ നാം ഇഷ്ടം വെക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അടയാളം അതാണ്. മുത്തുനബി തലപ്പാവ് ധരിക്കാറുണ്ടായിരുന്നു, ആടി വെക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ മുത്തുനബിയുടെ ജീവിതത്തിൽ എന്തെല്ലാം മുത്തുനബി ചെയ്യാറുണ്ടായിരുന്നു, ഹദീസുകളിൽ വന്ന എല്ലാ ചര്യകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആ ഹബീബിനോട് നമുക്കും യഥാർത്ഥമായിരിക്കുന്ന പ്രണയമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, ആരെങ്കിലും എൻ്റെ ചര്യ പിൻപറ്റിയാൽ, എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും പിൻപറ്റിയാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെടുന്നവനെ പോലെയാണ്, അവൻ എന്നെ ഇഷ്ടപ്പെടുന്നവനാണ്. മൻ അഹബ്ബനി, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ കാന മഈ ഫിൽ ജന്ന, അവൻ സ്വർഗത്തിൽ എന്നോട് കൂടെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞ ഹദീസിനെ നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആ മുത്തുനബിയുടെ ചര്യകൾ, പരമാവധി മുത്തുനബിയുടെ സുന്നത്തുകൾ നാം നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നമുക്കൊക്കെ നിസ്കരിക്കുമ്പോൾ പോലും തലമറക്കാൻ മടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ നിസ്കാര സമയത്തെങ്കിലും നാം തലമറച്ചുകൊണ്ട് മുത്തുനബിയുടെ ചര്യകൾ നാം പിൻപറ്റണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിൽ മുത്തുനബിയുടെ ചര്യയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം പിൻപറ്റാൻ വേണ്ടി തയ്യാറാകണം. അപ്പോഴാണ് മുത്തുനബിയോട് നമുക്ക് മഹബത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആ മുത്തുനബിയുടെ മഹബത്ത് നമുക്ക് ധാരാളം ഉണ്ടായിരിക്കണം. ഈ ഷഅറു റബീഅ് വിട പറയുന്നതിന് മുമ്പ് മുത്തുനബിയുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആ സ്വലാത്തിലൂടെ മുത്തുനബിയെ പ്രണയം വെച്ചുകൊണ്ട് ഹബീബിനെ ഒരു വട്ടമെങ്കിലും സ്വപ്നത്തിൽ കാണാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെടുന്ന ജീവിതമാക്കി നമ്മുടെ ജീവിതമൊക്കെ അല്ലാഹു തആല മാറ്റി തരുമാറാകട്ടെ. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.